ഇതുവരെ കേൾക്കാത്ത മലയാള സിനിമയുടെ കഥ. മലയാള സിനിമ ഇൻഡസ്ട്രിയെ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളെയും ഗോസിപ്പുകൾ പോലെ നാട്ടുകാരിലേക്ക് എത്തിക്കുന്ന പല യൂട്യൂബ് ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തായിരിക്കും എൻ്റെ സംഭാവന എന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിയ സമയം തൊട്ടിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് മലയാള സിനിമാ ചരിത്രം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആദ്യത്തെ എപ്പിസോഡ്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. 2013 കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് എന്നുള്ള സിനിമയിൽ നിന്ന് മലയാള സിനിമയുടെ പിതാവായിട്ടുള്ള JC ഡാനിയലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഒരുപക്ഷെ സിനിമയുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ അതിനൊക്കെ മുമ്പേ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ JC ഡാനിയൽ എന്ന പേര് കേൾക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പേര് പരിചിതമായി മാറിയത് ഈ സിനിമ കണ്ടതിന് ശേഷമാണ്. എന്നാൽ ഈ സിനിമയിലെ JC ഡാനിയലിനെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്നുള്ള ആ ഒരു എഫേർട്ടിനെ പറ്റിയോ അല്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ തന്നെ നമുക്ക് കമൽ അല്ലെങ്കിൽ ആ സിനിമയുടെ തിരക്കഥ പരിചയപ്പെടുത്തിയ മറ്റൊരു കഥാപാത്രമുണ്ട്, R. സുന്ദർരാജ്. മലയാള സിനിമയിലെ രണ്ടാമത്തെ സിനിമയുടെ മേക്കർ, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഹോമിച്ച ഒരു വ്യക്തി. അപ്പോൾ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് സുന്ദർരാജിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സിനിമാ കഥകളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള റിയൽ ലൈഫ് ഇൻസിഡൻസിനെ പറ്റിയിട്ടാണ്. ആരായിരുന്നു സുന്ദർരാജ്, അല്ലെങ്കിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയ്ക്കുള്ള സംഭാവന? ഇതിനെക്കുറിച്ച് അറിയാൻ കുറച്ച് ഹിസ്റ്ററി ചെയ്യേണ്ടി വന്നു. സുന്ദർരാജ് എന്നുള്ള വ്യക്തി എന്നാണ് ജനിച്ചത് എന്നതിനെ പറ്റിയിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഹിസ്റ്റോറിക് റെക്കോർഡ്സ് ഒന്നുമില്ല. മലയാള സിനിമാ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചില പുസ്തകങ്ങളിൽ വെച്ചിരിക്കുന്ന വിവരം പ്രകാരം 1908, 9, 10 ഈ 3 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു വർഷമായിരിക്കാം സുന്ദർരാജ് ജനിച്ചിട്ടുള്ളത്. പല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ജനിച്ചത് നാഗർകോയിലാണ് എന്നാണ്. എന്നാൽ ചില പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ജനിച്ചത് അഗസ്തീശ്വരം എന്നുള്ള ഒരു സ്ഥലത്താണെന്നാണ്. ഒരു ധനികനായിട്ടുള്ള കോൺട്രാക്ടറുടെ മകളുടെ മകനായിരുന്നു സുന്ദർരാജ്. ആ കോൺട്രാക്ടറുടെ മകള് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോവുകയും സുന്ദർരാജും അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഇവരെ രണ്ടുപേരെയും വളർത്തിയത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. ഏകദേശം 22 വയസ്സ് പ്രായമായപ്പോൾ ഈ പറഞ്ഞ കോൺട്രാക്ടറുടെ വിൽപത്രത്തിൽ പറഞ്ഞ പ്രകാരം ഏകദേശം 120 ഏക്കറോളം സ്ഥലവും 4 വലിയ കെട്ടിടങ്ങളും ഒക്കെ സുന്ദർരാജിന് സ്വന്തമായി തീരുകയാണ്. അപ്പം വളരെ ചെറിയൊരു പ്രായത്തിൽ അദ്ദേഹം വലിയൊരു ധനികനായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഇനി സുന്ദർരാജിൻ്റെ കുറച്ച് സിനിമാ ചരിത്രം, അതായത് അദ്ദേഹം ജനിച്ചത് നാഗർകോയിൽ അഗസ്തീശ്വരം ആ ഒരു ഭാഗത്താണെങ്കിൽ കൂടെ പഠിച്ചത്, അതായത് കോളേജ് പഠനമൊക്കെ നടന്നത് തിരുവനന്തപുരത്തായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ സുന്ദർരാജ് നമ്മുടെ JC ഡാനിയലുമായിട്ട് വളരെ ക്ലോസ് ആയി മാറുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടായത് വഴി JC ഡാനിയലിൻ്റെ ആദ്യത്തെ സിനിമ, അതായത് വിഗതകുമാരൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമാകാനുള്ളൊരു ഭാഗ്യം സുന്ദർരാജിനുണ്ടായി. ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് തന്നെ സിനിമ സുന്ദർരാജിൻ്റെയും മനസ്സിലേക്ക് വലിയൊരു സ്വപ്നമായിട്ട് അങ്ങോട്ട് കടന്നു കയറുകയാണ്. 22ാമത്തെ വയസ്സിൽ ഒരു വലിയ സ്വത്ത് സ്വന്തം കയ്യിലേക്ക് വന്നു കയറിയപ്പോൾ ആദ്യമായിട്ട് സുന്ദർരാജ് ചെയ്തത് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും സബീകരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം സ്വന്തമായിട്ടൊരു കാറ് വാങ്ങി ആ ഒരു പ്രദേശത്തെ തന്നെ ഏറ്റവും ധനികനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് സുന്ദർരാജ് മാറുകയാണ്. 1930 അദ്ദേഹം രാജരാജേശ്വരി ഫിലിംസ് എന്നുള്ള ഒരു ഫിലിം കമ്പനി പുതുതായിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു ഐഡിയ സ്വന്തം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ആദ്യം തൊട്ട് തന്നെ സ്വന്തം വീട്ടുകാർ ഇദ്ദേഹത്തിനെതിരായിരുന്നു. JC ഡാനിയലിന് സംഭവിച്ച ഒരു അനുഭവം, ഒറ്റൊരു കാര്യം മുൻനിർത്തിയാണ് വീട്ടുകാർ സുന്ദർരാജിൻ്റെ സിനിമ എന്നുള്ളൊരു മോഹം ഉപേക്ഷിക്കണം എന്ന് നിശ്ചിതമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ വീട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ നാട്ടുകാരോ ഇവ ആരും പറഞ്ഞത് സുന്ദർരാജ് കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം സിനിമ എന്നുള്ളൊരു മോഹവുമായിട്ട് മുമ്പോട്ട് തന്നെ പോയി. അങ്ങനെ മാർത്താണ്ഡവർമ്മ എന്ന മലയാളത്തിലെ 2ാമത്തെ ചലച്ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ അദ്ദേഹം ആരംഭിച്ചു. ഈ ഒരു സിനിമയുടെ കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പല നടീനടന്മാരെയും പരിചയപ്പെട്ടു. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സിനിമയിലെ പ്രധാന വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് പരിചയപ്പെട്ടൊരു വ്യക്തി പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി, ദേവകി ഭായ്. മാർത്താണ്ഡവർമ്മ എന്ന സിനിമയിൽ ദേവകി ഭായിയുടെ ഒപ്പം അഭിനയിക്കാൻ കൂടെ ഉള്ളൊരു ഭാഗ്യം സുന്ദർരാജിന് കിട്ടി. ഈ ഒരു സിനിമയുടെ വർക്കിൻ്റെ ഭാഗമായി ഇവർ തമ്മിലുണ്ടായ ആ ഒരു ബന്ധം പിന്നീട് ഒരു പ്രണയമായിട്ട് മാറുകയും ഇവർ കല്യാണം കഴിക്കുകയും ചെയ്തു. ദേവകി ഭായ് ഒരു ബ്രാഹ്മൺ യുവതിയായിരുന്നു, സുന്ദർരാജ് ഒരു ക്രിസ്ത്യനും. ഈ ഒരു പ്രധാന കാരണം കൂടെ മുൻനിർത്തിക്കൊണ്ട് ഈ കല്യാണത്തോടു കൂടി ഇവരുടെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ ഇവരെ രണ്ടുപേരും ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇനി ഈ സിനിമ മൂലം അദ്ദേഹത്തിന് സംഭവിച്ച വൻ ട്രാജഡി എന്തായിരുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ സിനിമാ കഥകളിലും സിനിമയുടെ നായകൻ, നായിക, അങ്ങനെയുള്ള പ്രധാന കഥാപാത്രങ്ങളെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് അവൻ്റെ വരവിന് വേണ്ടിയിട്ടാണ്. വില്ലൻ. ആരാണ് ഈ കഥയിലെ വില്ലൻ? മലയാള സിനിമാ ചരിത്രത്തിലെ ആരും പറയാത്ത കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സെല്ലുലോയിഡ് എന്ന സിനിമയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് JC ഡാനിയൽ സ്വന്തം സിനിമയുടെ ആദ്യത്തെ സ്ക്രീനിങ് നടത്തുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച ഒരു വ്യക്തിയുണ്ട്, മള്ളൂർ ഗോവിന്ദപിള്ള.
ഉണ്ട വിഴുങ്ങി മള്ളൂർ ഗോവിന്ദപിള്ള എന്നാണ് നാട്ടുകാർ അന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇതിനൊരു പ്രധാന കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മള്ളൂർ ഗോവിന്ദപിള്ള എന്നുള്ള പ്രമുഖനായിട്ടുള്ള ഒരു വക്കീൽ, അദ്ദേഹത്തിന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനമുണ്ട്. കാരണം പല പ്രമുഖരായിട്ടുള്ള ആളുകളും ഭയത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മള്ളൂർ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 1933 റിലീസായ മാർത്താണ്ഡവർമ്മ എന്ന സിനിമയിലെ ചില രംഗങ്ങളും ഭാഗങ്ങളുമാണ്. ഒരു അന്യഭാഷാ സംവിധായകനെ വെച്ചുള്ള ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു മാർത്താണ്ഡവർമ്മ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല കലാകാരന്മാരും ഈ സിനിമയുടെ ഭാഗമായി. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർത്താണ്ഡവർമ്മയുടെ കഥാപാത്രം അഭിനയിച്ചത് ജയദേവ് എന്ന പേരിൽ അറിയപ്പെട്ട തലശ്ശേരിക്കാരനായ ആണ്ടിയാണ്. CV രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ചെയ്തത്. കമലാലയം ബുക്ക് ഡിപ്പോ എന്ന സ്ഥാപനമായിരുന്നു ഈ നോവലിന്റെ കോപ്പിറൈറ്റ് കൈവശം വെച്ചിരുന്നത്. ഇനി മള്ളൂരിനെ കുറിച്ച് 2 വാക്ക്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഏതൊരു പ്രമുഖമായിട്ടുള്ള പരിപാടികളിലും സ്വന്തം സാന്നിധ്യം വേണമെന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു മള്ളൂർ ഗോവിന്ദപിള്ള. 1933 സുന്ദരരാജ് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യുകയും ഇത് പബ്ലിക്കായിട്ട് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ക്യാപിറ്റോൾ തിയേറ്ററിൽ തന്നെയായിരുന്നു ഈ സിനിമയും ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സുന്ദരരാജ് തയ്യാറാക്കിയത്. എന്നാൽ ഈ ഒരു സ്ക്രീനിങ്ങിന് അദ്ദേഹം മള്ളൂർ ഗോവിന്ദപിള്ളയെ ക്ഷണിച്ചില്ല. ഈ ഒരു ഒറ്റ കാരണം ശരിക്കും മള്ളൂരിന് സുന്ദരരാജനോടൊരു കടുത്ത വൈരാഗ്യം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മാർത്താണ്ഡവർമ്മ എന്നുള്ള പുസ്തകം അതിൻ്റെ കോപ്പിറൈറ്റ് ഓണേഴ്സായിട്ടുള്ള കമലാലയം ബുക്ക് ഡിപ്പോ, ആ ബുക്ക് ഡിപ്പോയുടെ മുതലാളിയായിട്ടുള്ള രാമൻ മേനോനെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തോട് ഈ സിനിമയെപ്പറ്റി പറയുകയും ചെയ്തു. ഈ ഒരു കുത്തിത്തിരിപ്പ് മള്ളൂർ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് കമലാലയം ബുക്ക് ഡിപ്പോക്കാർ സുന്ദരരാജനെതിരെ കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്തത് സിനിമയുടെ റിലീസ് തിരക്കുകൾക്കിടയിൽ പാവപ്പെട്ട സുന്ദരരാജ് അറിഞ്ഞില്ല. സിനിമ ഇറങ്ങി കൃത്യം 4-ാം ദിവസം കളിക്കുന്ന തിയേറ്ററിലേക്ക് നോട്ടീസ് വരികയാണ് പെട്ടി കണ്ടുകെട്ടാൻ വേണ്ടിയിട്ടുള്ളത്. കോടതി ഉത്തരവ് വരികയാണ്. ഇതിനെ തുടർന്നൊരു റിവ്യൂ പെറ്റീഷൻ സുന്ദരരാജ് ഫയൽ ചെയ്തു. പക്ഷേ കോടതിയിൽ ഈ കേസ് രാമൻ മേനോന് വേണ്ടി വാദിച്ചത് മള്ളൂരാണ്. മള്ളൂരിനെതിരായിട്ട് അന്ന് നിൽക്കാൻ പോകുന്നൊരു വക്കീൽ സുന്ദരരാജൻ ഉണ്ടായിരുന്നില്ല. 2 സ്ഥലത്തും കേസ് തോറ്റു. അങ്ങനെ ഈ ഒരു സിനിമ, അതായത് മലയാളത്തിൻ്റെ 2ാമത്തെ സിനിമ എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മ ശരിക്കും പെട്ടിയിലാവുകയാണ്. ഏകദേശം 40 വർഷത്തോളം ഈ സിനിമ വെളിച്ചം കണ്ടിട്ടില്ല. ശരിക്കും ഒരു വല്ലാത്ത ട്രാജഡി തന്നെയാണ്. കാരണം ഈ സിനിമ കൊണ്ട്, ഈ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം സുന്ദരരാജ് സ്വന്തം സ്വത്തുക്കൾ മൊത്തം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചു. ഈ സിനിമ പെട്ടിയിലായതോടുകൂടി അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലായി. ഇതിനുശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല. കാരണം സുന്ദരരാജ് പിന്നെ പല ബിസിനസ്സുകൾ ചെയ്തു. ദേവകിബായി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ബിസിനസ്സുകളൊന്നും അദ്ദേഹത്തെ എങ്ങോട്ടും എത്തിച്ചില്ല. തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് ഒരു ചെറിയ പലചരക്ക് കട നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു സുന്ദരരാജ്. ഒടുക്കം 1965 അദ്ദേഹം അന്തരിച്ചത്. ഈ ഒരു കാലം വരെ മലയാളത്തിലെ 2ാമത്തെ സിനിമ നിർമ്മിച്ചതിൻ്റെ യാതൊരുവിധ ബെനിഫിറ്റ്സും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ പ്രധാന കാരണക്കാരൻ അന്ന് ഈ ഒരു വില്ലനിസം കാണിച്ച മള്ളൂർ ഗോവിന്ദപിള്ളയും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയ കമലാലയം ബുക്ക് ഡിപ്പോക്കാരുമാണെന്നാണ് ചരിത്രം മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പല ഗ്രന്ഥങ്ങളും റെഫർ ചെയ്തു. ഇതിലെനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് സാക്ഷാൽ ചേനങ്ങാട് ഗോപാലകൃഷ്ണൻ എഴുതിയ മലയാള സിനിമ ചരിത്രം വിചിത്രം എന്നുള്ള പുസ്തകവും R ഗോപാലകൃഷ്ണൻ എന്നുള്ള ഫോട്ടോഗ്രാഫർ കം ഹിസ്റ്റോറിയൻ്റെ ബ്രോക്കൺ ഡ്രീംസ് എന്നുള്ള പുസ്തകവുമാണ്. ഈ 2 പുസ്തകങ്ങളാണ് കാര്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി റെഫർ ചെയ്തത്. മലയാള സിനിമാ ചരിത്രത്തിലെ അധികമാരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത മറ്റൊരു കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അടുത്ത എപ്പിസോഡിൽ ജോയിൻ ചെയ്യും. Until then, it's bye from Jonas PK.